ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു പാവയ്ക്ക തീയൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ തേങ്ങ വറുത്ത് എടുക്കണം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതി തന്നെയാണ്. അപ്പം തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. അതൊരു നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഞാൻ എൻ്റെ കൂടെ 2 കരിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് വെക്കണം. അപ്പോഴേക്കും പച്ചമുളകും കരിവേപ്പിലയും ഇട്ട് എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് പാവയ്ക്കുകയും ഉള്ളിയും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. അതും ഒന്ന് ആയി വരുമ്പോഴത്തേക്കും ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം പാവയ്ക്ക ഉള്ളി നല്ലപോലെ ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി ഒഴിക്കേണ്ടത് പുളിവെള്ളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് വെള്ളത്തിൽ പുളിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിവെള്ളവും കൂടി ഒഴിച്ചു. ഇനി അതും കുറച്ച് നേരം ഒന്ന് ആ ഒരു ഇതിലൊന്ന് കിടന്നൊന്ന് ആയി വരണം. അതൊന്ന് ആയി വരുന്ന ടൈമിൽ നമുക്ക് ആ തേങ്ങ വറുത്ത തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അതരച്ച് ആ ഒരു മിക്സ് കൂടി തീയിലേക്കിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമുക്കൊന്ന് കുക്കാക്കി എടുക്കണം. അതായത് അറിയാലോ, നമുക്ക് ആ എണ്ണ തെളിഞ്ഞ് വരുന്ന കാണാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു തീയലായി അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്ന രീതി. അപ്പോൾ അത്രയേ ഉള്ളൂ.